നമ്മളുടെ ആരോഗ്യം നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലേ? ആരോഗ്യ സംരക്ഷണത്തിൽ ഇന്ന് ആരും ഒരു ഉത്തരവാദിത്വം എടുക്കാത്ത ആൾക്കാരാണ്. ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും എന്താ പറയുക, ലേസിയാണ്, മടിയാണ്. അവനവൻ്റെ കാര്യം നോക്കാൻ മാത്രം മടി. അവനവൻ്റെ ശരീരത്തെ, അവനവൻ്റെ ആരോഗ്യത്തെ, അവനവൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തെ ഒക്കെ നോക്കാൻ മടി. എല്ലാവരും ബിസിയാണ്, പൈസ ഉണ്ടാക്കാൻ ഇങ്ങനെ ഓടുകയാണ്, വേറെ എന്തിൻ്റെയൊക്കെ പിന്നാലെ ഈ ഫാൻറ്റസി വേൾഡിൽ എന്താ പറയുക, വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, നേരം വെളുക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക. അങ്ങനെയല്ലാതെ ആരോഗ്യത്തിനെ കുറിച്ച് ആരും ബോധവാന്മാരല്ല. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഡെയിലി അവരുടെ ആ ഒരു ഹാബിറ്റ്സുകൾ മുടങ്ങാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ? ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നവരുണ്ട്, അവരുടെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് ആരോഗ്യം നോക്കുന്നില്ല. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് എല്ലാവരും എന്താ പറയുക, മൊബൈലിൽ അഡിക്റ്റായി. പണ്ടത്തെ പോലെ കളിക്കാൻ പോവുക, ഫുട്ബോൾ കളി അല്ലെങ്കിൽ സൈക്ലിങ്, നീന്തലിങ്, അങ്ങനെയുള്ള ഒരു ഹോബീസൊന്നും ഇല്ല. എല്ലാവരും മൊബൈൽ മാത്രമാണ്. നേരം എടുത്ത കിടക്കുന്ന എണീക്കുന്നത് തന്നെ മൊബൈൽ എടുത്തുകൊണ്ടാണ് അത് നോക്കിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ ആരോഗ്യത്തെക്കുറിച്ച് ആരും നോക്കുന്നില്ല. ഇന്ന് നമ്മുടെ എന്താ പറയുക, ലോകത്ത് ഏറ്റവും മികച്ച ഹോസ്പിറ്റലുകൾ, ഹൈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, മികച്ച ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, എല്ലാ രോഗത്തിനും മരുന്നുകളുണ്ട്, വാക്സിനുകൾ കണ്ടുപിടിച്ചു, എല്ലാം ഉണ്ടെങ്കിലും രോഗികളുടെ എണ്ണത്തിൽ മാത്രം യാതൊരു കുറവും വരുന്നില്ല അല്ലേ? പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ, ബാക്കി വരുന്നത് നമുക്കിപ്പോൾ ജന്മനാ വരുന്ന രോഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ ക്യാൻസർ അങ്ങനെയുള്ള മറ്റുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, അത് അങ്ങനെ വന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളിലുള്ള അസുഖങ്ങൾ വരുന്നത് ഓക്കെ. അതല്ലാതെ നമ്മൾ നോക്കാതെ വരുന്ന, ആരോഗ്യത്തെ നോക്കാതെ വരുന്ന അസുഖങ്ങൾക്കൊക്കെ ഉത്തരവാദികൾ നമ്മൾ തന്നെയല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതെ, നമ്മുടെ ആരോഗ്യത്തെ നോക്കാതെ നമ്മൾ സ്വയം വരുത്തി വയ്ക്കുന്ന അസുഖങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അത് ഇപ്പോൾ പ്രമേഹം ഇല്ലാത്ത ഒരു വീട്ടിൽ 10 ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 ആളുണ്ടെങ്കിൽ 4 ആൾക്കും പ്രമേഹമാണ്, അല്ലെങ്കിൽ പ്രഷറാണ്, കൊളസ്ട്രോളാണ്, തൈറോയിഡാണ്. ഇന്ന് ഇല്ലാത്ത ലിസ്റ്റുകളില്ല. എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഓരോ പൊതി മരുന്ന് അല്ലെങ്കിൽ ഓരോ ഡെപ്പ മരുന്നുകൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. എല്ലാവരും എന്നും മരുന്നിന് അടിമയായിരിക്കും. എന്നാലും വ്യായാമം ചെയ്യാനോ ഫുഡ് കൺട്രോൾ ചെയ്യാനോ ആരും തയ്യാറല്ല. കുറച്ച് കാലമേ ജീവിക്കാൻ പറ്റുള്ളൂ, ജീവിച്ചിരിക്കുന്ന കാലത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്നാണ് എല്ലാവരും പറയുക. വെറും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായാൽ പറ്റുമോ? ഒന്ന് പുറത്ത് വൈകുന്നേരങ്ങളിൽ നോക്കി നോക്ക്, പുറത്ത് ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകളിലൊക്കെ എന്താ തിരക്ക്. ഫാമിലി ഫുള്ളായിട്ട് എല്ലാവരും പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുക. ആ വറുത്തതും പൊരിച്ചതും ചിക്കൻ്റെ ഏത് വേണമെങ്കിലും ബീഫ് ഏത് വേണമെങ്കിലും കഴിക്കുക തന്നെയാണ്. കഴിച്ച് അവനവൻ്റെ ശരീരത്തെ നശിപ്പിക്കുക, അവനവൻ്റെ വായുടെ രുചി നോക്കുക. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് എത്രമാത്രം അസുഖങ്ങൾ വരുത്തുന്നു എന്നുള്ളത് ആരും ബോധവാന്മാരാവുന്നില്ല. എല്ലാവർക്കും അറിയാം അസുഖങ്ങളൊക്കെ വരും, പക്ഷെ എനിക്ക് വരില്ല. അതാണ്, നമുക്ക് വരില്ല, മറ്റുള്ളവർക്ക് വരും. ഇപ്പോൾ ഒരു സ്ട്രോക്ക് വരിക, എത്രയോ ചെറുപ്പത്തിലാണ് ഇപ്പോൾ ആൾക്കാർക്ക് സ്ട്രോക്ക് വരുന്നത്, അറ്റാക്ക് വരുന്നത്. എത്ര പ്രായം കുറഞ്ഞ ആൾക്കാർക്കും അറ്റാക്കാണ്. എല്ലാവരും ശരീരത്തിൽ അത്രയധികം കൊഴുപ്പുകളോ അവരുടെ ആ ശരീരത്തിൽ വന്നിരിക്കുന്ന അസുഖങ്ങളെ കുറിച്ച് അവർ അറിയുന്നില്ല. കാരണം നമുക്ക് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തുന്നുള്ളൂ. നമുക്കൊരു അസുഖം വന്ന് കുറച്ച് കാലമൊക്കെ ആരെങ്കിലുമൊക്കെ നോക്കാനുണ്ടാവും അല്ലേ? അത് കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരു സ്ട്രോക്കൊക്കെ വന്ന് കിടന്നാലുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കി. കുറച്ച് കാലമൊക്കെ എല്ലാവരും നല്ലപോലെ പരിചരിക്കും. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭാരമാണ്. ഇങ്ങനെ മറ്റുള്ളവർക്ക് ഭാരമാവാതിരിക്കാൻ നമ്മൾക്ക് ഇപ്പോൾ ശ്രമിച്ചാൽ പോരെ? നമ്മൾ കൊടുക്കുന്ന ചെറിയ ഒരു പരിഗണന മതി. നമ്മുടെ ശരീരത്തിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ മാറ്റി നിർത്താം. പക്ഷെ ആർക്കും ശ്രദ്ധിക്കാൻ സമയമില്ലെന്ന്. നമ്മൾക്ക് ഈ 24 മണിക്കൂറിൽ നമ്മൾ എത്ര മണിക്കൂറുകൾ വെറുതെ കളയേണ്ടതെന്നൊന്നും ആലോചിച്ചാൽ മതി. അപ്പോൾ അത് ആലോചിക്കാനൊന്നും സമയമില്ല, കാരണം അതിന് മടിയാണ്. നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ മടിയാണ്. ഇന്നത്തെ എല്ലാ മെഷീനറീസും ആയപ്പോൾ പെണ്ണുങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ആയി. അപ്പോൾ പിന്നെ അവർക്ക് ദേഹം അനങ്ങിയിട്ട് ഒരു പണിയെടുക്കണ്ട. ഓഫീസിൽ പോകുക, ജോലികളിലാണെങ്കിൽ ജോലിക്ക് പോവുക, വരിക, പിന്നെ മൊബൈലിൽ ഇരിക്കുക, വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുക. എന്നാലും സമയമില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സമയമില്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയമുണ്ട്. അവനവൻ്റെ ആരോഗ്യം നോക്കാനോ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാനോ സമയമില്ല. എന്ത് പറഞ്ഞാലും ഈ സമയമില്ലാത്തൊരു പ്രശ്നമാണ്, പരാതി. എല്ലാവരും അതാണ് പറയുക, അതിനൊരു സമയമില്ല, എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ല. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതെനിക്ക് സൗകര്യങ്ങളില്ല. ഇതൊന്നുമല്ല, നമ്മൾക്കായ ഒരു സമയം നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നൊരു സമയം.
ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സമയമാണ്. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ മാത്രമാണ്. വേറെ ആരും നമ്മൾ നോക്കില്ല, നമ്മൾ നോക്കണം നമ്മുടെ ആരോഗ്യത്തെ. ഇന്ന് മദ്യം, മയക്കുമരുന്ന്, പുകവലി, അവർക്കൊക്കെ അറിയാം അത് ശരീരത്തിന് ഹാനികരമാണെന്ന്. എന്നിട്ടും അത് അറിഞ്ഞിട്ടും അവരതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അവരെ ആരോഗ്യം വേണ്ട. അവർക്ക് അവരുടെ ആ ഒരു കുറച്ച് നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി മാത്രം അവർ ആ ഒരു ജന്മം ഇനി അത് കഴിഞ്ഞ് വരും. ഇപ്പം അപ്പോഴത്തെ സുഖം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്നുള്ളത് ചിന്തിക്കുന്നില്ല. നമ്മുടെ ചിന്തകളാണ് പ്രശ്നം. തിങ്കിങ് മാറ്റാൻ ആരും തയ്യാറല്ല. നമ്മളുടെ ഈ ഒരു നല്ലൊരു ശരീരത്തെ ദൈവം നമുക്ക് നല്ലൊരു ശരീരം തന്നിട്ടുണ്ട്. എല്ലാ ആരോഗ്യത്തോടും എല്ലാവിധ ഒരു കുറവൊന്നുമില്ലാത്ത ശരീരങ്ങളാണ് നമ്മൾ നശിപ്പിച്ചുണ്ടാക്കുന്നത്, അല്ലേ? കള്ള് കുടിച്ചിട്ടായാലും പുക വലിച്ചിട്ടായാലും മറ്റു പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടായാലും ഒക്കെ നശിപ്പിച്ചെടുക്കുന്നത് നമ്മുടെ നല്ലൊരു ശരീരത്തെയാണ്. നമുക്ക് ഈ ഒരു അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ആൾക്കാർ അത് മാറ്റുന്നില്ല. മറ്റാരോടുള്ള ദേഷ്യം തീർക്കണ പോലെയാണ് അവനവൻ്റെ ശരീരത്തോട് അത് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടി നമുക്ക് ചെയ്തുകൂടെ? എന്തിനിങ്ങനെ നശിപ്പിച്ചെടുക്കുന്നു? നല്ലൊരു ശരീരത്തെ നശിപ്പിച്ചെടുക്കുന്നു. നമ്മൾ ശ്രമിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് എല്ലാം മാറ്റാവുന്നതാണ്. ആരോഗ്യം നോക്കുക, നമ്മളെ നോക്കുക, നമ്മളെ മാനസികമായും ശാരീരികമായും ആരോഗ്യത്തെ നോക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് ചെയ്യാൻ ശ്രമിക്കുക. ഒരാൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാനേ കഴിയുള്ളൂ. അത് നമ്മൾ ആ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. അത് ഒന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കുക. ആരോഗ്യമാണ് സമ്പത്ത്. കുറേ പൈസയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ആരോഗ്യമില്ലാതെ, അനുഭവിക്കാൻ യോഗമില്ലാതെ എത്രയോ ആൾക്കാരെ കണ്ടിട്ടില്ലേ? നല്ല കാലം മുഴുവൻ ഗൾഫിലൊക്കെ പോയി കുറേ സമ്പാദിച്ചിട്ടുണ്ടാവും. ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് പെട്ടപ്പെട്ടൊക്കെ സമ്പാദിച്ച് നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ആയി വന്നാൽ അത് അനുഭവിക്കാനുള്ള യോഗ അയാൾക്കില്ല. അപ്പോഴേക്കും ആൾക്ക് ഉള്ള അസുഖങ്ങൾ മുഴുവൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ വീട്ടുകാർക്കും വേണ്ട. നമുക്ക് ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് ആളുണ്ടാവും. നമ്മളൊരു ഭാഗത്ത് വീഴ്ചയാവുക, പണമില്ലാതൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല. ആരോഗ്യമുള്ള കാലത്ത് നമ്മുടെ കൂടെ, സമ്പത്തുള്ള കൂടെ ഉള്ള സമയത്ത് എല്ലാവരും ഉണ്ടാവും. അതൊക്കെ ഒന്ന് മനസ്സിൽ നമ്മൾ ഒന്നും കൂടെ റീതിങ്ക് ചെയ്യുക, നമ്മളെ ചിന്താഗതികൾ മാറ്റുക. നമ്മൾ ഉണ്ടെങ്കിൽ തന്നെയാണ് ബാക്കിയുള്ളവരും ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. സമ്പത്ത് പിന്നെ ഉണ്ടാക്കുക ആരോഗ്യം ഉണ്ടെങ്കിൽ. പക്ഷേ ആരോഗ്യം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. അതിനുവേണ്ടി ശ്രമിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക.